ഹലോ, ദിസ് ഈസ് സൺഡേ ഈവനിങ്. എൻ്റെ ഒരു ഞായറാഴ്ച ദിവസത്തെ വൈകുന്നേരം കണ്ടാലോ? ചില ദിവസങ്ങൾ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്ന് കിടക്കാമെന്ന് കരുതും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. ഇന്നും അത് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എഴുന്നേറ്റപ്പോൾ 5 മണി. ഒരു ചൂട് ചായയും കുടിച്ച് വീണ്ടും ബാക്ക് ടു ദ ഡ്യൂട്ടി. നിങ്ങൾ മറ്റുള്ളവരോട് നോ പറയാറുണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതപ്പം തന്നെ സ്നേഹത്തോടെയും മാന്യതയോടെയും നോ പറയാൻ പഠിക്കണം. മുഖത്തടിച്ച പോലെ പറയണമെന്നല്ല, പക്ഷെ നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ അത് തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണത്. പലപ്പോഴും എനിക്കത് പറയാൻ പറ്റാറുമില്ല. ആളുകൾ നമ്മളത് വെച്ച് പലപ്പോഴും മുതലെടുക്കാറുമുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് മുറ്റമൊക്കെ തൂത്ത് അപ്പം തന്നെ അത് തീയിട്ടു, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയായി. പിന്നെ ഞങ്ങൾ ചക്ക ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. ചെറിയ കാടാണ് കേട്ടോ, പക്ഷെ ചക്ക കിട്ടിയില്ലെന്നറിയാം, പപ്പായ കിട്ടി. പിന്നെ കുറച്ച് വിറകൊക്കെ അടക്കി വെച്ചു. വെയിലുണ്ടായതുകൊണ്ട് കുറച്ച് വിറകൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി. ഞാൻ അരി കുക്കറിൽ വേവിക്കാറില്ല, പുറത്ത് വിറക് വെച്ച് കത്തിച്ചാണ് കഞ്ഞി വേവിക്കാറ്. അപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണക്കി വെച്ചു വെയിലായതുകൊണ്ട്. പിന്നെ ഒരു ചെടി റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്തു. എൻ്റെ കൂടെ റൂബി ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? എൻ്റെ പൂച്ചയുടെ പേരാണ് റൂബി. അങ്ങനെ ആ ചെടിയും റിപ്പോർട്ട് ചെയ്തു. ജോലിയൊക്കെ കഴിഞ്ഞ് വിശന്നപ്പോൾ ഒരു പപ്പായയും കട്ട് ചെയ്ത് കഴിച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൊടുത്തു. അപ്പോഴേക്കും സന്ധ്യയായി. അങ്ങനെ ഒരു ചെറിയ ഉറക്കവും ഒരു കപ്പ് ചായയും കുറച്ച് ചിന്തകളും ഒരുപാട് ജോലിയും ഒക്കെയായി എൻ്റെ ഞായറാഴ്ചയും കഴിഞ്ഞു. നിങ്ങളുടെ ഞായറാഴ്ച എങ്ങനെയായിരുന്നു? ഒന്ന് കമൻറ്റ് ചെയ്യണേ. മാകിഫീന ഫീഹി അബദാ വയുൻദിറു അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها